എല്ലാവർക്കും എന്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 157-ാമത്തെ മന്ത്രമാണ് പറയാൻ വേണ്ടി പോകുന്നത്. അശ്വിനാ പിബതം മധു ദീദ്യഗ്നിശജീവ്രത. അശ്വിനാ പിബതം മധു ദീദ്യഗ്നിശുചീവ്രത ഋതൂനായജ്ഞവാഹസ. അശ്വിനാ പിബതം മധു ദീദ്യഗ്നിശുചീവ്രത ഋതൂനായജ്ഞവാഹസ. അന്വയം: ദീതി അഗ്നി ശുചീവ്രത ഋതൂനായജ്ഞവാഹസ അശ്വിനാ മധു പിബതം. ദീതി അഗ്നി, ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആഹവനീയാഗ്നി, യാഗാഗ്നി എന്നർത്ഥം. അഗ്നികളോടുകൂടി, അഗ്നി 3 അഗ്നികളാണ്. 3 അഗ്നി സ്വരൂപങ്ങളോടുകൂടിയ ആഹവനീയ, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആഹവനീയം, ഗാർഹപത്യം, ആഹവനീയം, ദക്ഷിണം എന്നീ 3 അഗ്നികളോടുകൂടിയ ശുചീവ്രത, പരിശുദ്ധരായിട്ടുള്ള കർമാനുഷ്ഠാതാക്കൾ. ഋതൂന, ഋതുദേവന്മാരോടുകൂടി. യജ്ഞവാഹസ, യജ്ഞനിർവാഹകർ. അശ്വിന, അശ്വിനി കുമാരന്മാരെ. മധുപിബതം, സോമപാനം ചെയ്യാനായിട്ട് യാഗവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അർത്ഥം: ആഹവനീയം, ഗാർഹപത്യം, ദക്ഷിണം. ആഹവനീയം യാഗഹോമാദികളിൽ ജ്വലിപ്പിക്കുന്നതായിട്ടുള്ള അഗ്നിയാണ് ആഹവനീയം. ഗാർഹപത്യം ഗൃഹരക്ഷകൻ എന്നാണ് അർത്ഥം. ഗൃഹത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി നാം പൂജാമുറിയിലും മറ്റും ജ്വലിപ്പിക്കുന്നതായ അഗ്നിയാണ് ഗാർഹപത്യം. ദക്ഷിണാഗ്നി, ക്ഷേത്രങ്ങളിൽ ഈശ്വരന് പ്രസാദമായിട്ട് ചെയ്യുന്നതായ ഭക്ഷണം മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നിവേദ്യങ്ങൾ. ആ നിവേദ്യങ്ങളും നമ്മുടെ ഗൃഹങ്ങളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ജ്വലിപ്പിക്കുന്നതുമായിട്ടുള്ള അഗ്നിയാണ് ദക്ഷിണം. ആഹവനീയത്തിന് ഗുരുഭാവം, ഗാർഹപത്യത്തിന് പിതൃഭാവം, ദക്ഷിണത്തിന് മാതൃഭാവം എന്നീ 3 അഗ്നികളോടുകൂടിയവരും പരിശുദ്ധന്മാരായ കർമാനുഷ്ഠാതാക്കളും ഋതുദേവന്മാരോടൊപ്പം യജ്ഞത്തിന്റെ ഫലപ്രദമായ നിർവാഹകരായിട്ടുള്ള അശ്വിനികുമാരന്മാരെ, നിങ്ങൾ യജ്ഞവേദിയിൽ നിന്ന് സോമരസം പാനം ചെയ്താലും. അല്ലയോ അശ്വിനികുമാരന്മാരെ, നിങ്ങൾക്കായിട്ട് യാഗവേദിയിൽ സോമരസം സുപ്രധാനമായ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ആഗതരായി വേഗം തന്നെ സോമരസം പാനം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.